ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ ഏതൊരു വിജയത്തിനും പ്രയത്നത്തേക്കാളുപരി ഈശ്വരകൃപയാണ് മുഖ്യം എന്ന് പറയും. ഈ കൃപയ്ക്ക് തടസ്സം നമ്മുടെ അഹംഭാവമാണ്. അതിനാൽ എങ്ങനെയും അഹംഭാവത്തെ ഇല്ലാതാക്കേണ്ടതുണ്ട്. ഈ അഹംഭാവത്യാഗം നമ്മെ വലിയവരാക്കി തീർക്കും. എന്നാൽ കൃപയ്ക്ക് പാത്രമാകണമെങ്കിൽ തീർച്ചയായും നല്ല കർമ്മങ്ങളും കൂടി ആവശ്യമാണ്. നമ്മളെപ്പോഴും താ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ താങ്ക് യു, അതായത് നന്ദി പറയുവാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഏതു സാഹചര്യത്തിനും നന്ദി പറയുവാൻ നാം പഠിക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും എന്ന ചിന്ത വെടിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുവാൻ കഴിയും എന്ന മനോഭാവത്തെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. രാമനും കൃഷ്ണനും ക്രിസ്തുവും നബിയുമൊക്കെ എത്രയോ പ്രതിബന്ധങ്ങൾ നേരിട്ടു. എന്നാൽ അതിലൊന്നും അവർ തളർന്നില്ല. അവർ പിന്നിലേക്ക് നോക്കിയതേയില്ല. അവരുടെ ലക്ഷ്യം മാത്രമായിരുന്നു അവർക്ക് പ്രധാനം. ഫലമോ വിജയം. ആ വിജയം എന്നും അവരോടൊപ്പമായിരുന്നു. അതുകൊണ്ട് ഇന്നും അവർ ജീവിക്കുന്നു. ഇത് പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാം, അവരൊക്കെ അവതാര പുരുഷന്മാരല്ലേ, അവർക്കതിന് കഴിയും. സാധാരണക്കാരായ നമുക്കെങ്ങനെ അവരെപ്പോലെ ആകാൻ പറ്റും? നമ്മൾ കരുതുന്ന പോലെ വെറും സാധാരണക്കാരല്ല നമ്മൾ. അസാധാരണ ശക്തികളുടെ ഉടമകളാണ്. നമ്മൾ അനന്തമായ ശക്തിയുണ്ട്. ഇന്നത് ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെ ഉണർത്തിയെടുത്താൽ മാത്രം മതി. വിജയം തീർച്ചയാണ്. നമ്മുടെ ശരീരം വളരുന്നതനുസരിച്ച് മനസ്സ് വളരുന്നില്ല. മനസ്സ് വളർന്ന് വിശ്വത്തോളം വലുതാകണമെങ്കിൽ നമ്മൾ കുഞ്ഞായിത്തീരണം. കുഞ്ഞിനല്ലേ വളരാൻ സാധിക്കൂ. നമ്മിലെ കുഞ്ഞു മനസ്സിനെ ഉണർത്തിയെടുക്കണം. ഒരു കുഞ്ഞിന് മാത്രമേ വളർന്നു വരാൻ സാധിക്കൂ. ഇന്ന് നമ്മളിലുള്ളത് വ്യക്തി എന്ന ആ ഭാവമാണ്. ഈ ഞാൻ ഭാവം കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. അതുപോയി, ആ വ്യക്തിഭാവം പോയി വ്യാപ്തഭാവം വരണം. അതായത് എല്ലാത്തിലും വ്യാപിക്കുന്ന ഭാവം, ഈശ്വരഭാവം വരണം. ഈശ്വരനിലുള്ള ഭക്തി എന്നാൽ സകലതിനോടുമുള്ള ആദരവാണ്. അല്ലാതെ വെറും പ്രാർത്ഥന മാത്രമല്ല. ഈശ്വരൻ ആകാശത്തിനപ്പുറമിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മുടെ എല്ലാം ഉള്ളിലാണ് അവിടുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാവത്തെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതിനാവശ്യമായി വേണ്ട മുഖ്യ ഘടകം വിനയമാണ്. എപ്പോഴും ഒരു തുടക്കക്കാരൻ്റെ ഭാവം സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ അഹങ്കാരമുണ്ടാവില്ല. അതാണ് അഹംഭാവത്യാഗം. അഹം എന്ന ഭാവത്തിനെ ത്യജിക്കുക. എല്ലാറ്റിനും തടസ്സമായി നിൽക്കുന്ന ഈ അഹംഭാവത്തെ ത്യജിക്കുന്നതിലൂടെ ജീവിത വിജയം ഉറപ്പുവരുത്തുകയാണ് നാം ചെയ്യുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.